മാവ് അരച്ച് വെക്കാതെ വെറും 10 മിനിറ്റ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1/4 കപ്പ് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രാം അളവിൽ പറയുകയാണെങ്കിൽ ഏകദേശം 200 ഗ്രാം കാണും. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനിയാക്കിയെടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി വന്ന് ഇതുപോലെ പതഞ്ഞ് വന്നാൽ മാത്രം മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് വറുത്ത നല്ല ഫൈൻ ആയിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പത്തിരിപ്പൊടി എന്ന് പറഞ്ഞ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ആ ഒരു പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചൂടോട് കൂടിയിട്ട് തന്നെ അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടോട് കൂടിയിട്ട് തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേർത്ത റവയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉണ്ണിയപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനും ഒരല്പം തരി കിട്ടാനും സഹായിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഏകദേശം 1/2 കപ്പോളം നല്ല ചൂടായിട്ടുള്ള വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കുറച്ചായി മാത്രം ചേർത്ത് കൊടുക്കുക. ഈ ഒരു രീതിക്കുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തിരിക്കുന്ന ഏലക്കാപ്പൊടിയാണ്. കൂടെ 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ജീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിലേക്ക് ചുക്കിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നെയ്യോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു നെയ്യിൻ്റെ രുചി കൂടെ വരുമ്പോൾ ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് മാത്രം ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എണ്ണ തിളക്കാൻ വേണ്ടി വെച്ചതിന് ശേഷമാണ് ഈ ഒരു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബേക്കിംഗ് സോഡ ഒരു നുള്ള് മാത്രം ചേർത്താൽ മതി. നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂട്ടിവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഞാനിവിടെ ചുട്ടെടുക്കാൻ വേണ്ടി പോകുന്നത്. എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതുപോലെ മാവ് ഓരോ കുഴിയിലേക്കും 1/4 ഭാഗത്തോളമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഗ്ലാസ്സിലാക്കി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒട്ടും പുറത്തൊന്നും ആവാതെ ഈസി ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ കുഴിയിലേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ എല്ലാം തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുപോലെ നല്ലൊരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിളായിട്ടും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മളുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. 2-3 ദിവസത്തോളം എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഈസി ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്തെടുക്കാനും പറ്റും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക്സ് പറയണേ.